ഫിയോൺ ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഇതുവരെ ചെയ്യാത്ത ടൈപ്പ് ഒരു സാരിയും കൊണ്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഈ മഴക്കാലത്തൊക്കെ യൂസ് ചെയ്യാനും അതുപോലെ ഡെയിലി വെയറായിട്ടോ അതുപോലെ ചെറിയ പാർട്ടി വെയറായിട്ടോ എല്ലാം യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സാരി. വെയ്റ്റ്ലെസ്സാണ്, സോഫ്റ്റാണ്, അതുപോലെ ട്രാൻസ്പെറൻ്റ് അല്ല. നല്ലൊരു സാരി എന്ന് പറയാം. സൈഡിൽ എംബ്രോയ്ഡറി വർക്കാണ് ഈ വന്നിരിക്കുന്നത്. നല്ലൊരു പർപ്പിൾ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇതിൻ്റെ പല കളറുകൾ നമുക്ക് ഓരോന്നായിട്ടൊന്ന് കാണാം. ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സെയിം സാരി തന്നെയാണിത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ബോഡി പാർട്ട് വരിക. ഇതിൽ ഒരു മൈന്യൂട്ട് സ്റ്റോൺസും വരുന്നുണ്ട്. അതുപോലെ ബോർഡറിൽ ഇങ്ങനെ തിക്കായിട്ടുള്ള എംബ്രോയ്ഡറി വർക്കും വരുന്നുണ്ട്. പ്ലീറ്റ്സിൻ്റെ ഭാഗം വരുമ്പോൾ ഇങ്ങനെയാണ് ഹാഫായിട്ട് ആ എംബ്രോയ്ഡറി വർക്കുകൾ വരുന്നുണ്ട്. അതുപോലെ ബോർഡറും നല്ല തിക്കായിട്ട് തന്നെ വരുന്നുണ്ട്. ഇതാണ് ഇവിടെ വരുന്ന ഈ ഡിസൈൻ. നല്ല ഭംഗിയായിട്ട് തിക്കായിട്ട് തന്നെ ചെയ്തിരിക്കുന്നു. ഇതാണ് ഇതിൻ്റെ പല്ലു വരിക. ഇതാണ് ഈ മെറ്റീരിയൽ. വേണ്ട ചുളുങ്ങുന്ന മെറ്റീരിയലെല്ലാം നമുക്ക് വാഷബിളാണ്. നമുക്കൊരു ഡെയിലി വെയർ ആയിട്ടോ പാർട്ടി വെയർ ആയിട്ടോ എങ്ങനെ വേണേലും ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ റേറ്റ് 920 നല്ലൊരു കളർ ഷെയ്ഡിലാണ് ഇതും വന്നിരിക്കുന്നത്. ഇതിൽ സെൽഫായിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് ഇതിനെ ഹൈലൈറ്റ് ചെയ്യുന്നത്. ഇതാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ബോഡി പാർട്ട് വരിക. പ്ലീറ്റ്സിൻ്റെ ഭാഗം ഇങ്ങനെ വരും. നല്ല ഭംഗിയായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റും. ചെറിയ ചെറിയ പ്ലീറ്റ് എടുത്തിട്ടോ അതുപോലെ 1 ലെയർ ആയിട്ടോ എങ്ങനെ വേണേലും നമുക്കിതിനെ വെയർ ചെയ്യാം. കാരണം ട്രാൻസ്പെറൻ്റ് അല്ല, പക്ഷേ വെയ്റ്റ്ലെസ് ആണ്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. ഇതാണ് ഇതിൻ്റെ പല്ലുവിൽ വരുന്ന ഡിസൈൻ. വിത്ത് ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിൽ ചെറിയൊരു പൈപ്പിങ്ങും വരുന്നുണ്ട്. ഇതിൻ്റെ തന്നെ മറ്റൊരു ഡിസൈനാണ് ഇത്. ഇതിൻ്റെ ആ എംബ്രോയ്ഡറി വർക്കിൽ മാറ്റം വരുന്നുണ്ട്. പക്ഷേ മെറ്റീരിയലെല്ലാം സെയിം, ബാക്കിയെല്ലാം സെയിം, കളറിലും സെയിം തന്നെയാണ്. പക്ഷേ ഈ എംബ്രോയ്ഡറി വർക്കിൽ മാത്രം സ്വല്പം മാറ്റം വരുന്നുണ്ട്. റേറ്റ് വരുന്നത് 920 നല്ലൊരു ഡാർക്ക് പർപ്പിൾ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇതിൻ്റെ കളേഴ്സ് എല്ലാം നല്ല കളറുകൾ. അതുപോലെ മെറ്റീരിയലായാലും നമുക്ക് വെയർ ചെയ്യാൻ വളരെ സുഖമുള്ള ഒരു മെറ്റീരിയലാണ്. സോഫ്റ്റ് ആയിട്ടുള്ള വെയ്റ്റ്ലെസ് ആയിട്ടുള്ള ട്രാൻസ്പെറൻ്റ് അല്ലാത്ത മെറ്റീരിയലാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ബോഡി പാർട്ട് ഫുള്ള് വരിക. മൈന്യൂട്ടായിട്ട് ഓരോ സ്റ്റോൺസ് വരുന്നുണ്ട് ഇതിൽ. ബോഡി പാർട്ടിൽ ഇങ്ങനെ പ്ലീറ്റ്സിൻ്റെ ഭാഗം ഇങ്ങനെയാണ് വരിക. ഇങ്ങനെയാണ് പ്ലീറ്റ്സിൻ്റെ ഭാഗം വരുന്നത്. പല്ലു വരുന്നത് ഇങ്ങനെയും. ഇങ്ങനെയാണ് പല്ലുവിലെ എംബ്രോയ്ഡറി വർക്ക് വരിക. സൈഡിൽ കൂടെ ചെറിയൊരു പൈപ്പിങ്ങും വരുന്നുണ്ട്. വിത്ത് ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് വരുന്നു. റേറ്റ് വരുന്നത് 920. എല്ലാം നല്ല കളർ ഷെയ്ഡുകളാണ് കേട്ടോ. ഈ കളറിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോ കോളിൽ വിളിച്ചാൽ ശരിക്കും നമ്മൾ നല്ല പ്രകാശത്തിൽ തന്നെ ഇത് കാണിച്ചു തരാം. എല്ലാം നല്ല കളേഴ്സാണ്. ഇതിൽ സ്കാറ്റേർഡായിട്ട് എംബ്രോയ്ഡറി വർക്കുണ്ട്. വളരെ ചെറിയ സ്റ്റോൺസാണ് വെച്ചിരിക്കുന്നത്. മൈന്യൂട്ടായിട്ടുള്ള സ്റ്റോൺസ് ഈ ബോഡി പാർട്ടിൽ വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. ഒതുങ്ങി കിടക്കുന്ന ഒരു മെറ്റീരിയലാണ്, ട്രാൻസ്പെറൻ്റ് അല്ല. ഇങ്ങനെയാണ് ഇതിൻ്റെ പ്ലീറ്റ്സിൻ്റെ ഭാഗം വരിക. ഹാഫായിട്ട് തന്നെ ആ എംബ്രോയ്ഡറി വർക്കുകൾ വരുന്നുണ്ട്. ബോർഡർ തിക്കായിട്ടും വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലുവിൻ്റെ ഭാഗം വരുന്നത്. ഇങ്ങനെ വരും. നല്ല ഭംഗിയായിട്ട് തന്നെയുള്ള എംബ്രോയ്ഡറി വർക്ക് സെൽഫായിട്ട് തന്നെ വരുന്നു. വിത്ത് ബ്ലൗസ് പീസ് പ്ലെയിനാണ്. സ്ലീവിൻ്റെ എൻഡിൽ മാത്രമേ ചെറിയൊരു പൈപ്പിംഗ് പോലെ വരുന്നുണ്ട്. ഇതിൻ്റെ തന്നെ കളറിൽ തന്നെ വരുന്നു. പക്ഷേ ഇതിൻ്റെ എംബ്രോയ്ഡറി വർക്ക് മാറ്റമുണ്ട്. ഇങ്ങനെയാണ് വരിക. ഇങ്ങനെയാണ് ഇതിൻ്റെ എംബ്രോയ്ഡറി വർക്ക് വരുന്നത്. ബാക്കിയെല്ലാം സെയിം. റേറ്റ് 920. ഇത് ഞാൻ 1 ലെയർ ആയിട്ടാണ് ഈ സാരി ഇട്ടിരിക്കുന്നത്. നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം വളരെ സോഫ്റ്റായിട്ട്, അതുപോലെ ഇങ്ങനെ നമുക്ക് പിടിച്ചാൽ കിട്ടുന്നൊക്കെ ഒരു ടൈപ്പ്. അതുപോലെ വെയ്റ്റ്ലെസ്സാണ്, ട്രാൻസ്പെറൻറ്റും അല്ല. ഇങ്ങനെയാണ് ഈ സാരി ഓൾ ഓവർ വരിക. ഇതാണ് പ്ലീറ്റ്സിൻ്റെ ഭാഗം വരുന്നത്. ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് പീസും വരുന്നത്. ഇങ്ങനെയാണ് പല്ലു വരിക. നല്ല ഭംഗിയുള്ള എംബ്രോയ്ഡറി വർക്കാണ് വരിക. റേറ്റ് വരുന്നത് 920.
ഈ കളറുകളിൽ ചെറിയ ചെറിയ ഡിഫറൻസുകൾ ആണ് വരുന്നുള്ളൂ. അതുകൊണ്ട് ഇത് ഞാൻ പറഞ്ഞത് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോ കോളിൽ വിളിച്ച് കളർ കണ്ടിട്ട് തന്നെ പർച്ചേസ് ചെയ്യുക. ഇങ്ങനെയാണ് ഇതിൻ്റെ ബോഡി പാർട്ട് വരിക. സ്കാറ്റേർഡായിട്ട് എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. പ്ലീറ്റ്സിൻ്റെ ഭാഗം ഇങ്ങനെയാണ് വരിക. തിക്കായിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് ബോർഡറിൽ വരുന്നു. ഇങ്ങനെയാണ് പല്ലു വരിക. പല്ലുവിൽ നല്ല ഭംഗിയായിട്ട് തന്നെ നല്ല രസമുള്ളൊരു എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത്. നല്ല തിക്കായിട്ട് തന്നെ ഇരിക്കുന്നു. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിനായിട്ട് തന്നെ വരുന്നു. റേറ്റ് വരുന്നത് 920 എല്ലാം നല്ല കളർ ഷെയ്ഡുകളിലാണ്. നമുക്ക് പല കളർ ഇത് ഏത് കളറാണെന്നും കൂടെ അത്ര ക്ലിയർ ആയിട്ട് പറയാൻ പറ്റാത്ത, പക്ഷെ എല്ലാം നല്ല കളർ ഷെയ്ഡുകൾ. ഇതുണ്ടോ, ഇത് ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. ബോഡി പാർട്ട് ഇങ്ങനെ വരുന്നു. പ്ലീറ്റ്സിൻ്റെ ഭാഗം ഇങ്ങനെയും വരുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരുന്നത്. ഇതാണ് ഇതിൽ വരുന്ന ആ എംബ്രോയ്ഡറി വർക്ക്. നല്ല തിക്കായിട്ട് നല്ല പെർഫെക്റ്റായിട്ടും ചെയ്തിരിക്കുന്നു. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിനായിട്ട് വരുന്നു. ഇതൊരു ബ്രിക്ക് റെഡിൻ്റെ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ല് വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ എല്ലാ കളറുകളും നല്ലതാണ്. വളരെ സോഫ്റ്റായിട്ടുള്ള മെറ്റീരിയലാണ്. ട്രാൻസ്പെറൻ്റ് അല്ല. ഇത് ഇങ്ങനെ നമുക്ക് എങ്ങനെ വേണമല്ലോ നമുക്കിത് വെയർ ചെയ്യാൻ പറ്റും. ഒട്ടിക്കിടക്കുന്ന ഒന്നല്ല, പക്ഷെ നല്ല ഒതുങ്ങി നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്കിത് വെയർ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ് ഇത്. ഇതിൽ മൈന്യൂട്ടായിട്ടൊരു സ്റ്റോൺ വർക്കും കൂടെ വരുന്നുണ്ട്. നമുക്ക് പാർട്ടി വെയർ ആയിട്ടോ ഡെയിലി വെയർ ആയിട്ടോ എങ്ങനെ വേണേലും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് ഇതിൻ്റെ ബോഡി പ്ലീറ്റ്സിൻ്റെ ഭാഗം വരുന്നത്. വാഷബിളാണ് ഈ മെറ്റീരിയൽ. ഇങ്ങനെയാണ് ഇതിൻ്റെ പ്ലീറ്റ്സിൻ്റെ ഭാഗം വരിക. ഇതാണ് ഇതിൻ്റെ പല്ലു വരുന്നത്. ഇങ്ങനെ വരുന്നു. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിനായിട്ട് തന്നെ വരുന്നു. റേറ്റ് വരുന്നത് 920. ഒരു ചെറുപയർ പച്ചയുടെ ഡാർക്ക് ഷെയ്ഡിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് തന്നെ ഇതിലും ഈ എംബ്രോയ്ഡറി വർക്കുകളെല്ലാം വന്നിരിക്കുന്നു. മൈന്യൂട്ട് സ്റ്റോൺ വർക്കും വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ ബോഡി പാർട്ട് വരിക. നല്ല ഒതുങ്ങിക്കിടക്കുന്ന മെറ്റീരിയലാണ്. ഇങ്ങനെയാണ് പ്ലേറ്റ്സിൻ്റെ ഭാഗം വരുന്നത്. എല്ലാം നല്ല കളേഴ്സാണ്. ഇങ്ങനെ വരുന്നു പ്ലേറ്റ്സിൻ്റെ ഭാഗം. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരുന്നത്. ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത്. അങ്ങനെ ചുളുങ്ങുന്ന മെറ്റീരിയലൊന്നുമല്ല, വാഷബിളാണ്. റേറ്റ് വരുന്നത് 920. ഒരു ഒണിയൻ പിങ്ക് ഷെയ്ഡിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. എല്ലാത്തിൻ്റെയും സെയിം ഡിസൈനും സെയിം വർക്കുകളുമാണ്. കളറിൽ മാത്രമേ മാറ്റമുള്ളൂ, വേറെ ഒരു മാറ്റവും ഇല്ല. മെറ്റീരിയലും എല്ലാം സെയിം വർക്കും. അതുപോലെ സ്കാറ്റേർഡായിട്ട് എംബ്രോയ്ഡറി വർക്ക് വരുന്നു. മൈന്യൂട്ട് സ്റ്റോൺ വർക്കും വരുന്നു. ബോഡി പാർട്ടിൽ പ്ലേറ്റിൻ്റെ ഭാഗമാകുമ്പം ഇങ്ങനെയാണ് വരിക. തിക്കായിട്ട് എംബ്രോയ്ഡറി വർക്ക്, അതുപോലെ ഹാഫായിട്ട് എംബ്രോയ്ഡറി വർക്ക് വരുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. ഇങ്ങനെയാണ് വരുന്നത്. എല്ലാം സെൽഫായിട്ടുള്ള ഡിസൈൻ, പക്ഷെ തിക്കായിട്ട് തന്നെ ചെയ്തിരിക്കുന്നു. വിത്ത് ബ്ലൗസ് പീസ് പ്ലെയിനായിട്ടും വരുന്നു. നല്ലൊരു പിസ്ത ഗ്രീൻ ഷെയ്ഡിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. കണ്ടോ, ഞാൻ 1 ലെയർ ആയിട്ടാണ് ഈ സാരി ഇട്ടിരിക്കുന്നത്. അത് ഞാൻ പറഞ്ഞ ട്രാൻസ്പെറൻ്റ് അല്ല, പക്ഷെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ. സ്കാറ്റേർഡായിട്ട് ഇതിൽ ഫുള്ളായിട്ടും എംബ്രോയ്ഡറി വർക്ക് വരുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. വേണ്ട, നല്ല ഭംഗിയായിട്ട് അതേ കളറിൽ തന്നെയുള്ള എംബ്രോയ്ഡറി വർക്ക് നല്ല തിക്കായിട്ട് നല്ല പെർഫെക്റ്റായിട്ടും ചെയ്തിരിക്കുന്നു. സ്കാറ്റേർഡായിട്ട് എംബ്രോയ്ഡറി വർക്കുകൾ വരുന്നുണ്ട്. വളരെ മൈന്യൂട്ടായിട്ടാണ് ഇതിൽ വന്നേക്കുന്ന സ്റ്റോണാണ്. വളരെ മൈന്യൂട്ടായിട്ടാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഈ ഭാഗം വരിക. ഇങ്ങനെയാണ് പ്ലേറ്റ്സിൻ്റെ ഭാഗം വരുന്നത്. ഹാഫായിട്ട് എംബ്രോയ്ഡറി വർക്ക് വരുന്നു, ബോർഡറും വരുന്നു. പിന്നെ ഇതിന് വിത്ത് ബ്ലൗസ് പീസ് പ്ലെയിനാണ്. സൈഡിൽ ഒരു ചെറിയൊരു പൈപ്പിങ്ങും വരുന്നുണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 920 അപ്പോൾ ഞാനിതിൻ്റെ ഒത്തിരി കളേഴ്സ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേതാ ഇഷ്ടമെന്ന് വെച്ചാൽ താഴെ കാണുന്ന നമ്പറിലേക്ക് ഒരു സ്ക്രീൻഷോട്ട് അയയ്ക്കുക.